വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ UDF ഒരു രാഷ്ട്രീയ ബോംബ് പുറത്തുവിട്ടിരിക്കുകയാണ്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖയാണ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത്. ഡാമുകൾ തുറക്കാതിരുന്നത് ഉദ്യോഗസ്ഥരുടെ അഴിമതിയാണ് എന്ന് ശബ്ദരേഖയിൽ കൃഷ്ണൻകുട്ടി പറയുന്നു. മേരിമാത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത്. ഇതിൽ മാത്യു ടി തോമസിന് പങ്കുണ്ടെന്നും കെ കൃഷ്ണൻകുട്ടി. പ്രളയകാലത്ത് ജലസേചന വകുപ്പ് മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്നത്. അത് കേൾക്കാം. മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന് അവിടെ ഇവിടെയും പറഞ്ഞത്. മാൻമെയ്ഡ് ഡിസാസ്റ്റർ ശരിയാണ്, നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. എല്ലാ ഡാമുകളും ഒന്നിച്ച് തുറന്നുവിട്ട ഒരു പ്രശ്നമുണ്ടായി, അതുകൊണ്ടാണ് പ്രളയം ഇത്രയും ഉണ്ടായത് എന്ന് പറഞ്ഞു. കേരളത്തിന്റെ ഒരു പൊതു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ഒരു ഗവൺമെന്റ് സംവിധാനം അവരെന്തെങ്കിലും ഒരു ഇന്നെഫിഷ്യൻസി കാണിച്ചാൽ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു കൈപ്പിഴ വന്നാൽ അത് ഫൊർഗീവ് ചെയ്യാവുന്നതാണ്, അത് പറ്റിപ്പോയതല്ലേ എന്നതാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മാനസികാവസ്ഥയും ഈവൻ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കോടതികളുടെ മാനസികാവസ്ഥയും. തോട്ടപ്പള്ളി സ്പിൽവേ എന്താ തുറക്കാതിരുന്നത്? ഒരു മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കണം എന്ന് ആവശ്യപ്പെട്ടും തുറക്കണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്, ആ മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവന് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 റുപ്പിക്കാണ്. അത് അവന് മറിച്ച് വിറ്റ അപ്പൊ 2000 റുപ്യ കിട്ടും. അവിടെ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര റുപ്യ കിട്ടും? ഒരു എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടിയെങ്കിലും കിട്ടും. 500 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോറ്. ശരി, ഇപ്പോൾ